വരട്ടെ. ശരിയാക്കണോ? അതിനാരും കൈ ആറ്റിറ്റ്യൂഡിൽ വന്ന ആള്. എടാ എളുപ്പമാടാ ഇച്ചിരി നടന്ന്. ഇതെന്തെങ്കിലും പതുക്കെ നടക്കണേ. ജനപ്രിയ നായകനാവാനുള്ള ശ്രമം എന്തോ താഴ്ത്ത് വീണ് പോകുന്നു. അല്ലേ എന്തോ താഴ്ത്ത് വീണ് പോകുന്നുള്ള പോലെ നടക്കണേ. ഞാൻ പിടിച്ചേരണോ ഇനി? ഓ എന്റെ ദൈവമേ. കുടുങ്ങി പോയി അവിടെ. ഇതെന്താ രജനീകാന്തിന്റെ സ്റ്റൈലൊക്കെയാണല്ലോ കണ്ണട വെക്കണേ. എന്താ വിശേഷം? തനി വഴി. ഇതിലും വലുതെന്തോ വരായിരുന്നത്. ഇതിലും വലുതല്ലാണ് വരാനുള്ളത്. സുനാമി. എന്തോ വലുത് വരാൻ പോകുന്നു. രജനീകാന്ത് സാറ് കയറി കൂടിയോ? വഴി തനി വഴി തിണ്ടവ മുടിയാതെ. வணக்கம் வணக்கம். எப்படி இருக்கீங்க? நல்லா இருக்கீங்களா? சௌக்கியமா? ஓ நல்ல இடிக்குന്നോ? നല്ല ഇറക്കും. നല്ല ഇറക്കും. നല്ല ഇറക്കാ. നല്ല ഇറക്കാന്ന്. ഏതാ ഡ്രസ്സിനാണോ ഇറക്കം? ഉടുപ്പിന് ഇറക്കാണെന്ന്. ഓക്കെ. സാപ്പിട്ടോ നീ? അതാണ് ബിന്നി ചേച്ചിക്ക് അറിയാം, ബിന്നി ആന്റിക്ക് അറിയേണ്ട വിഷയം. അതെ. സാപ്പിട്ടാച്ചാ? എന്നെ ഇട്ടാച്ചത് ഞാൻ കേക്കല. ഇട്ടതൊക്കെ അപ്പുറം സാപ്പാട്. നല്ല പൊങ്കലും വടയും എല്ലാം സാപ്പിട്ടാച്ചാ നീ? അവൻ ഇട്ടോന്ന് പറഞ്ഞില്ലേ? ഓക്കെ ഓക്കെ. എന്താണ് വിശേഷം രജനീകാന്ത്? വണക്കം ബിന്നിയേന്റി. വണക്കം ചക്കരേ. നല്ലായി ഇരുങ്കോ. അല്ല എന്താണ് ഈ വേഷത്തിന്റെ ഒക്കെ ഇങ്ങനെ വന്നേക്കണ ഒരു കാര്യം? എന്താ ഉദ്ദേശം? உனக்கு பைத்தியம் பிடிச்சிருக்கா? என்ன பத்தி கடவுளே, உங்களுக்கு யாரு இது? யாரு இது? சரிம்மா. நீங்க சரிம்மா நான் போறேன்னு. ஏதாவது சொல்லு. நீங்க யாரு? நீங்க ரஜினி ஃபேனா? ரஜினி ஃபேன். ஓ அப்படியா? ஓகே அப்படி சொல்ல, அப்படி போடு. சரி. இன்னைக்கு என்ன பண்ண போறீங்க நீங்க? நேமே. നെയ്മീനോ? എന്താ? എന്റെ നെയ്മേ. നെയ്മ. ചിന്ന ദേവകാന്ത്. ചിന്ന ദേവകാന്ത. ദേവതീർത്ത്. ദേവതീർത്ത്. രജനീകാന്ത്. ഓ ദേവകാന്ത്. ഇന്ന് മുതൽ നീ ദേവകാന്ത് എന്നറിയപ്പെടും. അങ്ങനെയാണ്. ചിന്ന ദേവകാന്ത്. ശരി. അടുത്ത തലൈവർ. തലൈവ പറഞ്ഞു വിട്ടു. ഓ சொல்லி அனுப்பியிருக்காங்க. ஓகே. ടോപ്പ് സിംഗറിൽ തമിഴ് റൗണ്ട് വേണമെന്ന്. ഓ അതൊരു പുതിയ വിശേഷമാണല്ലോ. ടോപ്പ് സിംഗർ. വെരി ഗുഡ്. ഇന്ന് തമിഴ് പാടാൻ പോവാണ്. അപ്പൊ ഇന്ന് മുതൽ ടോപ്പ് സിംഗറിൽ തമിഴ് സോങ്സ് നിങ്ങൾക്കായി കേൾക്കാവുന്നതാണ്. ഓ സാബാഷ് സാബാഷ്. തമിഴ് റൗണ്ട് വന്നു. അതെ. ആഗ്രഹമല്ല, പെരിയ രജനീകാന്ത് സാറിന്റെ ആഗ്രഹം. രജനി സാറിന്റെ അവരോട് ആശ ഇതാ അത്. അപ്പൊ പ്രേക്ഷകരെ ഇന്ന് മുതൽ ഈ വേദിയിൽ തമിഴ് പാട്ടുകളും കേൾക്കാൻ പോവുകയാണ്. അപ്പൊ ഫസ്റ്റ് ഇതേ തലൈവരോட പാട്ട് തുടങ്ങ. ഡീറ്റെയിൽസ് சொல்லுங்க. വർഷം 2005. സിനിമ ചന്ദ്രമുഖി. പാടി SPB സാറ്. ലിറിക്സ് വാലി സാറ്. മ്യൂസിക് വിദ്യാസാഗർ സാർ. ഓക്കെ. ഇനി പാട്ട് തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. ബിന്നി ആന്റിക്ക് ഇത് കേൾക്കുമ്പോ എന്താ ഫീൽ ചെയ്യുന്നത്? ചന്ദ്രമുഖി എപ്പോ കേട്ടാലും എന്റെ ബ്ലഡ് ആണ്. എന്റെ കാലിൽ അതെ. ഞാൻ ഒരു 30 വയസ്സ് വരെ ഓൺലി കർണാട്ടിക് മ്യൂസിക് മാത്രം. ഞാൻ ഒരു സിനിമാ പാട്ട് ഒരു വരി പോലും പാടിയിട്ടില്ല സത്യം പറഞ്ഞ. കാരണം അന്നത്തെ പഠിക്കുമ്പോ ഗുരുക്കന്മാരെ അയ്യോ സിനിമ പാടരുതെന്ന് പറയും. സോ അത് കാരണം അത് മാത്രം പാടി ശീലിച്ച. പക്ഷെ അന്ന് എല്ലാവരും കർണാട്ടിക് കേട്ട് എല്ലാവരും പറയും ഇങ്ങനെ ഇതുപോലെ നിങ്ങളുടെ സൗണ്ട് നല്ല ഒരു വ്യത്യാസമുണ്ട്. സോ അതുകൊണ്ട് രാജാമണി സാറ്, BA ചിദംബരനാഥ് സാർ അവരൊക്കെയാണ് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് സിനിമയിൽ പാടണമെന്ന്. അങ്ങനെ ഞാനൊരു ചെറിയ ഡെമോ എടുത്ത് ഓൺലി വിദ്യാസാഗർ സാറിന് മാത്രം കൊടുത്തു. കാരണം എന്താന്ന് വെച്ചാൽ വിദ്യാസാഗർ സാറും AR റഹ്മാൻ സാറും ഒക്കെയാണ് കർണാട്ടിക് മ്യൂസീഷ്യൻസിനെ എൻകറേജ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തു, ചുമ്മാ കൊടുത്തതാ. പക്ഷേ എന്നിട്ട് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അന്ന് പിള്ളേരെയും കൊണ്ട് ലീവ് എടുക്കുമ്പോൾ തൊടുപുഴയിൽ വരുമല്ലോ. തൊടുപുഴയിൽ രാവിലെ വന്ന് ഇവിടെ ഇറങ്ങി ഉച്ചയായപ്പോഴത്തേക്കും കൃഷ്ണൻ വിളിക്കുന്നു. കൃഷ്ണൻ വന്നില്ല. ഇങ്ങനെ സാറിന്റെ ഓഫീസിൽ നിന്ന് മുരുകൻ വിളിച്ചു പടത്തിൽ പാടാനാന്ന്. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു ചുമ്മാ പിള്ളേരെയൊക്കെ ഇവിടെ ഇട്ടിട്ട് ചുമ്മാ റൊമാൻസ് ചെയ്യാൻ അവൻ വേണ്ട എന്നെ തന്നെ അങ്ങോട്ട് വിളിക്കുന്നത്. എന്റെ അമ്മ പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരണില്ല എന്ന് പറഞ്ഞു. അവസാനം മുരുകൻ പറഞ്ഞു ഈ ലോകത്ത് ഒരു ന്യൂ സിംഗറിന് ഇതുപോലൊരു ചാൻസ് കിട്ടില്ല, നിങ്ങളിത് വേണ്ടെന്ന് വെച്ചാലെന്ന് പറഞ്ഞു. അന്ന് ഭയങ്കര ന്യൂസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക ചന്ദ്രമുഖിയുടേത്. രാമാന ആദ്യം ഞാൻ എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ട്രാവൽ അതാണ്. ആദ്യത്തെ ഞാൻ രാവിലെ അന്നൊരു 3:30 ഒരു വണ്ടിയുണ്ട് എയർ ഇന്ത്യ.
അങ്ങനെ വന്ന് അങ്ങനെ പാടിയതാണ്. ഓ വിറച്ച് പാടി. കാരണം ഞാൻ ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ആരാണ് ബിന്നി കൃഷ്ണകുമാർ എന്ന് കർണാട്ടിക് മ്യൂസീഷ്യൻ ലോകത്തിൽ മാത്രം അറിയാവുന്ന എന്നെ ഈ ഫിലിമിലൊക്കെ വരുമ്പോ വലിയ ആൾക്കാരെ, അതും ആ സിനിമയിലെ ഏറ്റവും മെയിൻ പാട്ട്. ഇത് രജനി സാറിന്റെ പടം, 100ാമത്തെ പടം ശിവാജി പ്രൊഡക്ഷൻസിന്റെ. ഒത്തിരി സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്നും ഏറ്റവും കൂടുതൽ ഓടിയ തമിഴ്നാട്ടിലെ 805 ദിവസം ഓടിയ പടം ചന്ദ്രമുഖി. 10,000 പാട്ട് പാടുന്നതിന്റെ അപ്പുറം വാല്യൂ ആണ് ഇതുപോലെ ഒരു പാട്ട്. എനിക്ക് അന്ന് 4 ലാംഗ്വേജിലും കൂടെ ഫിലിം ഫെയർ അവാർഡ് ഒരാൾക്കേ കൊടുക്കുള്ളൂ, ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ. അന്ന് 2006 എനിക്കായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് ഇത് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര. അപ്പൊ ഇന്ന് ബിന്നിയാന്റെ ഡേ ആണ്. അത് മാത്രല്ല നമ്മുടെ മധുചേട്ടന്റെ അതെ പറയാൻ വരുമായിരുന്നു. ഈ ചന്ദ്രമുഖി എന്ന് പറയുന്ന സിനിമ തമിഴിൽ എത്ര പാട്ട് പാടിയാലും മധുചേട്ടന്റെ കരിയറിലെ ആഷാജിക്കൊപ്പം പാടിയ കൊഞ്ചനേരം, അപ്പൊ അങ്ങനെ ഒത്തിരി സന്തോഷമുള്ള ഓർമ്മകൾ. താങ്ക് യു. ഡാൻസേഴ്സ് വാങ്ങ. ചെവിക്കല്ല്.
ഈ തമിഴ് റൗണ്ടില് ആദ്യത്തെ പാട്ട് പാടിയത് ദേവതീർത്ഥാണ്. എത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ പെർഫോമൻസിൽ? അതല്ല ഞാൻ പാടിയത് വെച്ച് പാടി വെച്ച് തന്നാണ്. അതങ്ങനെ തരുള്ളൂല്ലോ. അല്ല ആ അല്ല അത് ചോദ്യം എത്രയാ പ്രതീക്ഷിക്കണേന്ന് മനസ്സിലെന്താണ് തോന്നുന്നത്? അങ്ങനൊന്നും ഇല്ല. പിന്നെ അല്ല മാർക്ക് കൊടുക്കണതിന് മുമ്പ് മധുചേട്ടാ നമുക്കൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഇത്രയും ഇതെല്ലാം കേട്ടോണ്ടിട്ട് ഇവനെ അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റുമോ? അപ്പൊ ഇന്നത്തെ മാർക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റൗണ്ട് ഇവിടെ വെക്കുന്നത്. എന്നിട്ടും അതിന്റെ ട്യൂണും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരുന്നു. അക്ഷരങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ തൽക്കാലം നമ്മൾ കണ്ണടയ്ക്കാണ്. ഇന്ന് നമ്മുടെ ദേവകാന്തിന് കിട്ടിയിരിക്കുന്ന മാർക്ക് 100 out of 100. അങ്ങനെ ആദ്യത്തെ തമിഴ് റൗണ്ട് ഐശ്വര്യമായിട്ട് ഉറങ്ങിയാളെ നോക്ക്, ഉറങ്ങിയാളെ നോക്ക്. അതെ 100 മാർക്കോടുകൂടി അത് എണീറ്റു. അതെ. ഒരു രജനി സാർ പൂക്കുറ്റി. താങ്ക് യു സാർ. ഒരുപാട് ഫാൻസ് ഉള്ളൊരു പൂക്കുറ്റിയാട്ടോ.